നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമ്മളെല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത്, തൊഴാനായിട്ട് പോകുന്ന സമയത്ത് തീർത്ഥം നമ്മൾ സേവിക്കാറുണ്ട്. തൊഴുതു മടങ്ങുന്നതിന് മുൻപായിട്ട് തീർത്ഥം സേവിച്ചിരിക്കണം എന്ന് നിർബന്ധമായിട്ട് പറയാറുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിലും മറ്റേത് ക്ഷേത്രങ്ങളിലാണെങ്കിലും കുട്ടിയമ്പലങ്ങളിലാണെങ്കിലും ഒക്കെ അവിടെയൊക്കെ തീർത്ഥം നൽകും. അപ്പം നമ്മളെല്ലാവരും പോയിട്ട് അത് വാങ്ങും. അതെങ്ങനെയാണ്? കൈകളിങ്ങനെ ഈ വിരലുകളൊക്കെ ചേർത്ത് വെച്ചിട്ട് ഒരു കുമ്പിൾ പോലെ ആക്കിയിട്ടാണ് തീർത്ഥം സ്വീകരിക്കുക. എന്നിട്ട് അതേപോലെ തന്നെ കുറച്ച് നമ്മൾ സേവിക്കും, അതായത് കുറച്ച് കഴിക്കും. പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ ശിരസിലും ദേഹത്തും ഒക്കെ തെളിക്കുകയും ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? പലരും അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ കൂടിയിട്ട് അതെന്തിനാണെന്ന് പലർക്കും അറിയില്ല. അപ്പം നമുക്ക് അതേക്കുറിച്ച് പറയാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ക്ഷേത്രത്തിൽ തൊഴുതു മടങ്ങുന്നതിന് മുൻപായിട്ട് തീർത്ഥം സേവിച്ചിരിക്കണം എന്ന് പറയുന്നതിൻ്റെ ആവശ്യകത, അതിൻ്റെ വിശ്വാസപരമായിട്ടുള്ള കാരണങ്ങളും ഒപ്പം ശാസ്ത്രീയപരമായിട്ടുള്ള കാരണങ്ങളും. കുറച്ച് ശാസ്ത്രീയം കൂടെ പറയുകയാണെങ്കിൽ എല്ലാവർക്കും അത് നന്നായിട്ട് ബോധിക്കും. അപ്പോഴാണല്ലോ കൂടുതൽ വിശ്വാസ്യകരമാകും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ശാസ്ത്രീയപരമായിട്ടുള്ള കാരണങ്ങൾ കൂടെ പറയാം കേട്ടോ. ഒപ്പം പ്രസാദത്തിനെ കുറിച്ചും പറയാം. പ്രസാദത്തെക്കുറിച്ചൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും അതും കൂടെ ഇതിനോടൊപ്പം നമുക്ക് ചേർത്ത് പറയാം. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ആദ്യം തന്നെ അലങ്കാരങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം തന്നെ ആദ്യം പറയാം. ഇന്നലെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം നല്ല മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ. കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. നമ്മളെല്ലാവരും ഒന്ന് കണ്ണടച്ചുകൊണ്ട് ആ രംഗം ഒന്ന് മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ശരിക്കും ഒരു അമ്പാടി തന്നെയാണ് കേട്ടോ. അമ്പാടിയിലേക്ക് നോക്കുന്ന ഒരു പ്രതീതിയാണ്. നമ്മുടെ ഭഗവാനുണ്ട്, ചുറ്റും ഭഗവാന് ഗോപാലക്കുട്ടികളുണ്ട്, ബലരാമേട്ടനുണ്ട്. എല്ലാവരും കൂടിയിട്ട് ഒരു ഗോപികയുടെ വീട്ടിൽ നിന്ന് വെണ്ണ ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഇതെങ്ങനെയാണെന്നറിയോ? നമുക്ക് ഭഗവാനെ മാത്രമാണ് കാണാനായിട്ട് സാധിക്കുക കേട്ടോ. ഭഗവാന്റെ ഇടതുഭാഗത്തായിട്ട് ഒരു ഉറി ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അതിങ്ങനെ ചുവന്ന പട്ടുകൊണ്ട് അതിൻ്റെ കയറും പിന്നെ ആ വെണ്ണക്കൂടൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട്. അതിൽ നിറയെ വെണ്ണയുണ്ട്. ഇതിൽ നിന്ന് എടുത്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക ഭഗവാൻ. ഒരു പീഠത്തിൻ്റെ മുകളിലാണ് കേട്ടോ കയറി നിൽക്കുന്നത്. കാരണം ഉറിയിലേക്കൊന്നും എത്തില്ല, അത്രയ്ക്കൊന്നും പൊക്കം വെച്ചിട്ടില്ല നമ്മുടെ ഭഗവാനെ. അപ്പോൾ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ഒരു പീഠം ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ കയറിയിട്ട് വെണ്ണ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. കാരണം ഈ വെണ്ണ കഴിക്കുന്നത് വേറെ ആരും കണ്ടിട്ടില്ല. യശോദാമ്മ കണ്ടിട്ടില്ല, രോഹിണിയമ്മ കണ്ടിട്ടില്ല, ഗോപികമാരോ ആ വീട്ടിലെ ഗോപിക പോലും കണ്ടിട്ടില്ല. പക്ഷെ ഇത് കണ്ടത് ആരാണ്? നമ്മളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാനെ ഇന്നലെ കാണാൻ എത്തിയവരെല്ലാവരും ഭഗവാന്റെ ഈ കുറുമ്പ് കണ്ടിട്ടാണ് നോക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും കണ്ടല്ലോ എന്നുള്ള ആ ഒരു ഭാവത്തിൽ ഒരു പുഞ്ചിരിയൊക്കെ ഭഗവാന്റെ ഒരു മുഖത്തുണ്ട് കേട്ടോ. കണ്ടുപിടിച്ചല്ലോ നിങ്ങളെല്ലാവരും എന്നുള്ള ആ ഒരു രീതിയിൽ. പക്ഷെ നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞാലും നമുക്ക് ദേഷ്യമാണോ ഭഗവാന്റെ അടുത്ത് തോന്നുക? ഒരിക്കലും ഒരാൾക്കും ദേഷ്യം തോന്നില്ല. ആ കുറുമ്പ്, ആ കുഞ്ഞു കുസൃതിയൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഭഗവാന്റെ അടുത്ത് ഇഷ്ടവും വാത്സല്യവും ഒക്കെയാണ് തോന്നുക. അങ്ങനെ തോന്നുന്ന ഒരു അലങ്കാരം തന്നെയായിരുന്നു കേട്ടോ. കുറുമ്പാണെങ്കിലും ഭഗവാനെ ഇങ്ങനെ എടുത്ത് ചേർത്ത് പിടിക്കാൻ തോന്നുന്ന ഒരു കുറുമ്പൻ തന്നെയായിട്ട്, ഒരു കുസൃതിക്കുട്ടൻ തന്നെയായിട്ടായിരുന്നു വെണ്ണക്കണ്ണനായിട്ട് ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള അലങ്കാരം എന്ന് തന്നെ വേണം പറയാനായിട്ട് കേട്ടോ. ഭഗവാനെ ആണെങ്കിലും ആ പീഠമൊക്കെ ആണെങ്കിലും ആ ഉറിയൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട്. ഭഗവാനൊക്കെ ധാരാളം ആഭരണങ്ങളൊക്കെ അണിഞ്ഞു കൊടുത്തിട്ടുണ്ട്. 3 തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും മുകളിലുള്ളത് വെള്ളയും ചുവപ്പും പച്ചയുണ്ട്. അതിൽ നന്ദ്യാർ വട്ടപ്പൂക്കളാണ് കൂടുതൽ കാണുക. പിന്നെ കുറച്ച് തെച്ചിയും കുറച്ച് തുളസിയും കൂടെ കോർത്തിട്ട്. പിന്നെ 2 ഉണ്ടമാലയിൽ ഒരെണ്ണം നന്ദ്യാർ വട്ടമുണ്ട്, കുറച്ച് തെച്ചി. 3ാമത്തേൽ നന്ദ്യാർ വട്ടത്തിൽ കുറച്ച് തുളസി. അങ്ങനെയാണ് കോർത്തിരിക്കുന്നത്. പിന്നെ 2 ഉണ്ടമാലയുണ്ട് ഭഗവാനോട് ചേർന്ന് കിടക്കുന്നത്, ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ തെച്ചി തുളസി അങ്ങനെ മാറി മാറി കോർത്തിരിക്കുകയാണ്. പിന്നെ ഒരെണ്ണം താമരയുടെ ഇതൾ കൊണ്ടാണ് കോർത്തിരിക്കുന്നത്. ഇതിന് നടുക്കാണ് നമ്മുടെ കുറുമ്പം നിൽക്കുന്നത് കേട്ടോ. കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട്. പിന്നെ നെറ്റിയിൽ ഗോപി തിലകമുണ്ട്, വലിയ കാതുപൂക്കളുണ്ട്, മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയുണ്ട്, മാലകൾ അണിഞ്ഞിട്ടുണ്ട്, തോളുകളിൽ തിലകമുണ്ട്, പിന്നെ വയറിൻ്റെ ഭാഗത്തായിട്ടൊരു തിലകമുണ്ട്, കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെണ്ണയൂറിൽ ഇങ്ങനെ എടുത്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ നമ്മുടെ കുട്ടികൾക്കും കൂട്ടുകാർക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മളെല്ലാവരും ഭഗവാനെ നിന്ന് തൊഴുകയാണ്. പിന്നെ അരയിലെ കിങ്ങിണി കെട്ടിയിട്ടുണ്ട്. കിങ്ങിണിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? നല്ല വലിപ്പത്തിലുള്ള സ്വർണ്ണമണികൾ ഇങ്ങനെ കുറത്ത പോലെയാണ്. അതെന്ത് ചന്തത്തിലാണെന്നറിയോ ഇന്നലെ കിങ്ങിണി കിടക്കുന്നത്? അരയിൽ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കയറി നിൽക്കുന്ന പോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ പട്ടുകോണകൊക്കെ ഉണ്ട്, കുഞ്ഞ് കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. ഒരു പീഠത്തിന് മുകളിലാണ് ഭഗവാൻ കയറി നിൽക്കുന്നതും. അങ്ങനെ മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള ഭഗവാന്റെ ഒരു കുറുമ്പ്.
അതായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അതൊന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ആ കുറുമ്പനായിട്ടുള്ള ഉണ്ണിയെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ, നന്നായിട്ട് തൊഴുതിട്ട് നമസ്കരിച്ചോളൂ ഭഗവാന്റെ പാദങ്ങളിൽ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ നമ്മുടെ പൊന്നുണ്ണീനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ ഗണപതിയെ കാണാനായിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ഗണപതിയും സുന്ദരനായിട്ടിരിക്കുന്നത് ഒരു ഓറഞ്ച് നിറത്തിലുള്ള പട്ടാണ്. നല്ല തിളക്കമൊക്കെ ഉണ്ട്, സ്വർണത്തിൻ്റെയും കൂടെ മിക്സ് ആയിട്ടുള്ളത്. പിന്നെ കഴുത്തിലൊരു മാല ഇട്ടിട്ടുണ്ട്. തുമ്പിയിലെ 2 ചന്ദ്രകലകളാണ്. തുമ്പിയുടെ ഏറ്റവും അറ്റത്തൊരു ചന്ദ്രകല, കുറച്ച് മുകളിലായിട്ട് വേറൊരു ചന്ദ്രകല വെച്ചിട്ടുണ്ട്. കാതിലൊക്കെ സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ നെറ്റിയിലെ നെറ്റിപ്പട്ടം പോലെ ഒരു മാല, ആ നെറ്റിപ്പട്ടത്തിൻ്റെ ആകൃതിയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ കിരീടം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത് ചാർത്തിയിരിക്കുക, അങ്ങനെ തട്ടുകളായിട്ടാണ് ചാർത്തിയിരിക്കുന്നത്. ഓരോ തട്ടുകളും ഇങ്ങനെ ചുവന്ന നിറത്തിലുള്ള പട്ടുകൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കിരീടമൊക്കെ കാണാനായിട്ട്. അങ്ങനെയായിരുന്നു ഇന്നലെ ഗണപതിയുടെ അലങ്കാരം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഗണപതിയുടെ ആ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടോളൂ, നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഗണപതിക്ക് മുന്നിൽ വന്ന് ഏത്തമിട്ടോളൂ. ഇനി ഭഗവതിനെ കാണാനായിട്ട് പോകാം. ഭഗവതി ഇതിൻ്റെ മുന്നത്തെ ദിവസം ഏകദേശം ഇതേപോലെയുള്ള അലങ്കാരങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. ആ ഉടയാടയിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസമുള്ളൂ. മഞ്ഞ നിറത്തിലായിരുന്നു ഉടയാടുണ്ടായിരുന്നു. മഞ്ഞ പട്ടാണ്, അതിലിങ്ങനെ സ്വർണ്ണ നിറത്തിൽ ലേസൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കഴുത്തിലൊരു മാല ഇട്ടിട്ടുണ്ട്. കാതുകളിൽ പൂക്കൾ വെച്ചിട്ടുണ്ട്. നല്ല കരിഞ്ചുവപ്പ് നിറത്തിലുള്ള ചുണ്ടുകളാണ് കേട്ടോ. ചെറിയൊരു പുഞ്ചിരിയൊക്കെ ഭഗവതി അമ്മയുടെ മുഖത്തുണ്ട്. നെറ്റിയിലൊരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ട് പിന്നെ ഭഗവതിയുടെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള, നല്ല വലുതുമല്ല നല്ല ചെറുതുമല്ല, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു കിരീടം, അതാണ് ശിരസിൽ അണിഞ്ഞിരിക്കുന്നത്. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. വളരെ ലളിതമായിട്ടുള്ള അലങ്കാരമാണെങ്കിൽ കൂടി അത് നല്ല ഭംഗിയിൽ മുഖച്ചാർത്തൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിനൊരു സുന്ദരി കുട്ടിയായിട്ടിരിക്കുന്ന ഭഗവതി അമ്മയായിരുന്നു. അപ്പോൾ എല്ലാവരും ഭഗവതിയുടെയും ആ ഒരു രൂപവും ആ ഒരു ഭാവവും ഒക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. പിന്നെ വെള്ളിയാഴ്ചയും കൂടിയാണ്, 30 വെള്ളിയാഴ്ചയും കൂടിയാണ്. ഭഗവതിയുടെ അനുഗ്രഹം ധാരാളമായിട്ട് കിട്ടുന്ന ദിവസമാണ്. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവരും മനസ്സുകൊണ്ട് ഭഗവതിക്ക് മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് അയ്യപ്പനെ കാണാം കേട്ടോ. അയ്യപ്പൻ എന്ന് പറയുമ്പോൾ സുന്ദരൻ എന്ന് തന്നെ വേണം പറയാനായിട്ട്. അത്ര മനോഹരമായിട്ടാണ് അയ്യപ്പനെ ചാർത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അലങ്കാരം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ അതെ, നല്ല വെളുത്ത ഒരു പട്ടാണ്, നല്ല തൂവെള്ള പട്ടുണ്ടല്ലോ. ഈ കസവ് കൊണ്ടല്ല, ക്രീമല്ല, തൂവെള്ള നിറത്തിലെ. അതിന് അരയിൽ ചുവന്ന നിറത്തിൽ തന്നെ ഒരു ലേസൊക്കെ പതിപ്പിച്ചിട്ടുള്ള ഒരു അരപ്പട്ടാന്നൊക്കെ പറയില്ലേ, അതിങ്ങനെ ചുറ്റിയിട്ട് ഒരു ഉത്തരയും ഉണ്ട്. അത് കഴുത്തിൽ കൂടെയല്ല, ഇങ്ങനെ കൈയിൻ്റെ ഈ അരയിൻ്റെ ഒരു ഭാഗത്ത് കൂടെയാണ് ചാർത്തിയിരിക്കുന്നത്. അത് സ്വർണ്ണ നിറത്തിലും ചുവപ്പ് നിറത്തിലും ഒക്കെയുള്ള ഒരു ഉത്തരയാണ്. അങ്ങനെ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ഇരിപ്പാണ് കേട്ടോ അയ്യപ്പനുണ്ടായിരുന്നത്. 2 മാലകൾ കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട്. സ്വർണ്ണ നിറത്തിലുള്ള മാലകളാണ്. ഇത് രണ്ടും അണിഞ്ഞിട്ട് അതിന് പിന്നെയും ഇങ്ങനെ ലെയറുകൾ പോലെ തന്നെ ഈ വെളുപ്പും ചുവന്ന പട്ടും ഒക്കെ വെച്ചിട്ടുള്ള പിന്നെയും മാലകൾ പോലെ. അപ്പോൾ ഈ കഴുത്ത് നിറയെ മാലകൾ ചാർത്തിയ പോലെയാണ് തോന്നുക. പിന്നെ കഴുത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് നടുവിലായിട്ട് ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട്. കാതുകളിൽ സ്വർണ്ണപ്പൂക്കളുണ്ട്. നന്നായിട്ട് ചുവന്ന നിറത്തിലുള്ള ചുണ്ടുകൾ, അങ്ങനെയാണ് കേട്ടോ. നെറ്റിയിലൊരു കറുപ്പ് പൊട്ടാണ്, അത് ആ ഭാഗം ചാർത്തിയിട്ടില്ല. അപ്പം നമുക്ക് ആ വിഗ്രഹത്തിൻ്റെ കറുപ്പ് നിറമാണല്ലോ കാണുക. അങ്ങനെയാണ് പൊട്ടുണ്ടായിരുന്നത്. കാതുകൾക്ക് മുകളിലായിട്ടും സ്വർണ്ണപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. പിന്നെ കിരീടത്തിൻ്റെ അവിടെ കിരീടം ചാർത്തിയിരിക്കുകയാണ്. 3 കുത്തുകളെ ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ട് അതിന് മുകളിലും ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട്. അങ്ങനെയായിരുന്നു അയ്യപ്പൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നത്. അത്രയും മനോഹരം എന്ന് തന്നെ വേണം പറയാനായിട്ട് കേട്ടോ. മുഖച്ചാർത്തൊക്കെ കാണാനായിട്ടും ആ അലങ്കാരങ്ങളൊക്കെ കാണാനായിട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു അയ്യപ്പൻ്റെ അലങ്കാരം. എല്ലാവരും അയ്യപ്പൻ്റെ കുറച്ച് വലിയ സ്വരൂപമൊക്കെ ആയിട്ടാണ് തോന്നിയത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഒരു ഗാംഭീര്യത്തോടൊക്കെ കൂടിയിട്ടിരിക്കില്ലേ, അങ്ങനെയായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അയ്യപ്പൻ്റെ രൂപവും ഭാവവും ഒക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാവരും തൊഴുതോളൂ. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. അപ്പോൾ ഇനി നമുക്ക് തീർത്ഥത്തെക്കുറിച്ച് പറയാം കേട്ടോ. ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തീർത്ഥത്തെക്കുറിച്ച്. അപ്പോൾ എന്താണ് തീർത്ഥം, എന്താണ് അത് സേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ. തീർത്ഥം എന്ന് പറയുന്നത് ഭഗവാനെ അഭിഷേകം ചെയ്ത് ലഭിക്കുന്ന ജലമാണ്. അപ്പം അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഭഗവാന്റെ വിഗ്രഹമാണ്, ആ വിഗ്രഹത്തിലെ മന്ത്രധ്വനികൾ കൊണ്ട് അഭിഷേകം ചെയ്തെടുക്കുന്ന ജലമാണ്. അപ്പം അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ആ ഒരു വിഗ്രഹത്തിൽ, ആ ഒരു ബിംബത്തിൽ തട്ടിയിട്ടുള്ള ആ ഒരു പരിശുദ്ധി ആ ഒരു ജലത്തിനുണ്ടായിരിക്കും. ഒപ്പം തന്നെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടുള്ള അതിൻ്റെയും ഒരു ശക്തി ആ ഒരു ജലത്തിനുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതിനെ തീർത്ഥം എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് സേവിക്കാനായിട്ട് നൽകുന്നത്. അപ്പോൾ ഇത് നമ്മൾ സേവിച്ചു കഴിഞ്ഞാൽ ആ ഒരു പരിശുദ്ധി ഉണ്ടല്ലോ, ആ ഒരു ശുദ്ധി അത് നമുക്കും ലഭിക്കുമെന്നാണ് പറയുക. അപ്പോൾ ഇത് നമ്മൾ സേവിക്കുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ കൈകളിങ്ങനെ മടക്കിയിട്ട് ഒരു കുമ്പിൾ പോലെ ആക്കിയിട്ടാണ് തീർത്ഥം നമ്മൾ സ്വീകരിക്കുക. എന്നിട്ടാണ് നമ്മളത് സേവിക്കുക. അപ്പോൾ നമ്മുടെ ഉൾഭാഗം, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള നമ്മൾ ശിരസിലും ദേഹത്തൊക്കെ തെളിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ശരീരത്തിന് പുറത്തും അത് ശുദ്ധമാക്കും.
അപ്പോൾ ഉള്ളിലും ശുദ്ധമായി, പുറത്തും ശുദ്ധമായി. ക്ഷേത്രത്തിൽ തൊഴുത് മടങ്ങുമ്പോൾ, ഭഗവാനെ തൊഴുത് തീർത്ഥം സേവിച്ച് മടങ്ങുമ്പോൾ നമ്മൾ മുഴുവനായിട്ടും ശുദ്ധരായിട്ട്, അതായത് ശുദ്ധമായിട്ടാണ് ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുന്നത് എന്നാണ് പറയണത്. അപ്പോൾ ഒരു ശുദ്ധിയുള്ള അല്ലെങ്കിൽ മനസ്സ് ശുദ്ധമായവർക്ക് നല്ല ചിന്തകൾ ഉണ്ടാകും, അവർക്ക് നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ കഴിക്കുന്ന ആ ഒരു ഭക്ഷണം ഉണ്ടല്ലോ, അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരുന്നതാണ് പറയണത്. അതുകൊണ്ടാണ് നിഷിദ്ധമായതൊന്നും കഴിക്കരുതെന്ന് പറയണത്, പരിശുദ്ധമായത് മാത്രം കഴിക്കണം എന്ന് പറയണത്. അപ്പോൾ തീർത്ഥത്തിൻ്റെ പ്രത്യേകത അതാണ്, നമ്മളെയൊക്കെ പരിശുദ്ധരാക്കുകയാണ്, വിശുദ്ധിയിലേക്ക് അല്ലെങ്കിൽ ശുദ്ധമാക്കി മാറ്റുകയാണ് നമ്മളെ ചെയ്യണത്. പിന്നെ വേറൊരു കാര്യം പറയണത് മോക്ഷദായകം കൂടിയാണെന്ന് പറയാറുണ്ട് കേട്ടോ. അതിപ്പോൾ തീർത്ഥമാണെങ്കിലും പ്രസാദമാണെങ്കിലും. തീർത്ഥം എന്ന് പറയുന്നത് ഭഗവാനെ അഭിഷേകം ചെയ്ത് കിട്ടുന്ന ജലമാണല്ലോ. പ്രസാദം എന്ന് പറയുന്നത് ഭഗവാനെ നേദിക്കുന്നതിനെയാണ്, നേദിച്ച വസ്തുക്കളെയാണ് പ്രസാദം എന്ന് പറയാം. പിന്നെ ഭഗവാനെ പൂജ ചെയ്തിട്ടുള്ളതിനെയാണ്, പൂജ ചെയ്ത പുഷ്പങ്ങളെയാണ് നമുക്ക് ലഭിക്കുന്ന അർച്ചനാ പുഷ്പങ്ങളായിട്ട് ലഭിക്കുന്നത്. അത് പൂജ ചെയ്തതാണ്. അപ്പോൾ തീർത്ഥം, പ്രസാദം, അർച്ചനാ പുഷ്പങ്ങൾ, ഇതൊക്കെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഇതേ കാര്യം തന്നെ നമുക്ക് സംഭവിക്കണത്, നമ്മളെല്ലാം പരിശുദ്ധരാകുകയാണ് ചെയ്യുന്നത്, ഒപ്പം തന്നെ മോക്ഷദായകവുമാണെന്ന് പറയാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഗംഗാജലം, ഗംഗയെ നമ്മൾ പുണ്യതീർത്ഥമായിട്ടാണ് കാണുക. ഗംഗ എപ്പോഴും പുണ്യവതിയാണ്, യാതൊരു തരത്തിലുള്ള അശുദ്ധിയും ഗംഗയ്ക്കില്ല. അത് ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പാപം ചെയ്തവരെ ഗംഗയിൽ മുങ്ങാകുമ്പോൾ ഗംഗയ്ക്ക് പാപം കിട്ടും എന്നുള്ളൊരു സംശയം ഗംഗയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഒപ്പം തന്നെ സജ്ജനങ്ങളും ഗംഗയിൽ മുങ്ങാനായിട്ട് വരും. അപ്പോൾ ആ പുണ്യമാണ് ലഭിക്കുക. അപ്പോൾ പാപവും പുണ്യം കൂടെ പോയപ്പോൾ അത് ന്യൂട്രലായി. അപ്പോൾ ഗംഗ എപ്പോഴും പരിശുദ്ധയായിരിക്കും എന്നാണ് പറയുക. അപ്പോൾ ഈ ഗംഗാജലമൊക്കെ വീടുകളിൽ ആരെങ്കിലും ഇപ്പം മരണാസന്ന നിലയിൽ, അതായത് മരിക്കാനായിട്ട് പോകുകയാണ്, പ്രായമായവരൊക്കെ അങ്ങനെ വയ്യാതെ കിടക്കുന്നുണ്ടായിരിക്കുമല്ലോ, അങ്ങനെയുള്ളവർക്ക് അവരുടെ മരണസമയത്ത് ഗംഗാജലമൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുക്കും, അവരെ കൊണ്ട് കുടിപ്പിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഭഗവാനിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നാണ് പറയുക. അതായത് ഇപ്പോൾ തീർത്ഥമൊക്കെ തൊട്ടടുത്ത് ക്ഷേത്രം ഉണ്ടെങ്കിൽ മാത്രമേ അവിടുന്ന് തീർത്ഥമൊക്കെ പെട്ടെന്ന് ലഭിക്കുള്ളൂ. പക്ഷെ ഗംഗാജലമൊക്കെ ആണെങ്കിൽ കൊണ്ടുവന്നിട്ട് സൂക്ഷിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വയ്യാതെ കിടക്കുന്നവരൊക്കെ അതൊക്കെ കുടിക്കും. എന്നിട്ട് അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മോക്ഷം ലഭിക്കുന്നതാണ് പറയുക. അതിപ്പോൾ ഗംഗാജലമാണെങ്കിലും തീർത്ഥമാണെങ്കിലും പ്രസാദമാണെങ്കിലും അതിൻ്റെ ഒരു കഥയൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരു ക്ഷേത്രത്തിലെ ഒരു പൂജ ചെയ്യുന്ന ആള്, അദ്ദേഹം നേദിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാനെ. അപ്പോൾ അവിടേക്ക് അറിയാതെ എവിടെ നിന്നോ ഒരു ഈച്ച പറന്നു വന്നു. ഈച്ച ചെറിയ പ്രാണിയാണല്ലോ, അതിന് ചെറിയ ദ്വാരം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കയറും, നമ്മൾ അറിയ പോലും ചെയ്യില്ല. അപ്പോൾ ഇദ്ദേഹം ആണെങ്കിൽ ഭഗവാനെ പൂജകൾ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട്, ഈച്ച കയറിയത് ഇദ്ദേഹം അറിഞ്ഞില്ല. അപ്പോൾ ഈച്ചയാണെങ്കിലോ പ്രസാദം മധുരമുള്ളതൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ആ പാത്രത്തിൻ്റെ അരികിലൊന്ന് വന്നിരുന്നു, ചെറുതായിട്ട് ചെറിയൊരു കണിക പ്രസാദത്തിൻ്റെ ആ ഈച്ച നുകർന്നു. എന്നിട്ട് അത് വേഗം തന്നെ പറന്നു പോകുന്ന വഴിക്ക് അവിടെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടാകുമല്ലോ, അതിൻ്റെ ആ നാളത്തിൽ പെട്ടിട്ട് തൽക്ഷണം ഈച്ച മരണപ്പെട്ടു. അതേ നിമിഷം തന്നെ അവിടെ ആകെ പ്രകാശം പരക്കുന്നതായിട്ട് കണ്ടു. ഈ പൂജ ചെയ്യുന്ന വ്യക്തി ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ ഈ പ്രകാശം പരന്നത് ഭഗവാന്റെ പാർശ്വതന്മാര് ഇറങ്ങി വന്നു എന്നാണ് പറയണത്, ഈ ഈച്ചയെ ഭഗവാനിലേക്ക് കൊണ്ടുപോകാനായിട്ട്. എന്തുകൊണ്ടാണ്? ഈച്ച ആ ഈച്ചയുടെ മരണസമയത്ത് തൊട്ട് മുൻപായിട്ട് ഭഗവാന്റെ പ്രസാദം കഴിച്ചു. അതുകൊണ്ട് ഈച്ചയ്ക്ക് മോക്ഷം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കഥ. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഭഗവാന്റെ തീർത്ഥമാണെങ്കിലും പ്രസാദമാണെങ്കിലും എല്ലാത്തിൻ്റെയും ഒരു മാഹാത്മ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ തീർത്ഥം സേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു പരിശുദ്ധിയാണ് ഉണ്ടാകുന്നത്. അതെൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. വിശ്വാസപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഭഗവാന്റെ വിഗ്രഹത്തിൽ നിന്ന് തട്ടിയിട്ടുള്ള ഒരു അഭിഷേക ജലം മന്ത്രധ്വനികൾ കൊണ്ട് ചെയ്യുന്ന ആ ഒരു അഭിഷേകം. അപ്പോൾ ഈ രണ്ടിൻ്റെയും ഗുണം തീർത്ഥത്തിലുണ്ടായിരിക്കും. അത് പരിശുദ്ധമായതാണ്, നമ്മളെല്ലാവരെയും ശുദ്ധമാക്കുകയാണ് ചെയ്യുക. അതാണ് വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ പറയണല്ലോ. ഈ തീർത്ഥത്തിൽ എന്തൊക്കെ ഉണ്ടാകുക? തെച്ചി ഉണ്ടായിരിക്കും, തുളസി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മന്ദാരം, കൂവളം, താമര, അങ്ങനെയുള്ളതെല്ലാം ഉണ്ടായിരിക്കും, പുഷ്പങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ അതിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് തീർത്ഥം ലഭിക്കുന്ന സമയത്ത് നമുക്കതിൽ കാണാം, ചിലപ്പോഴൊക്കെ കിട്ടാറുമുണ്ട്. അപ്പോൾ ഈ പുഷ്പങ്ങൾ ആ തീർത്ഥത്തിൽ ഇട്ട് വെക്കുന്ന സമയത്ത് ഇതെല്ലാം ഔഷധങ്ങൾ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം, തുളസിയുടെ ഒക്കെ ഔഷധ ഗുണങ്ങളെ പറ്റിയിട്ട് നമുക്കിനി പറയാനില്ല, അത്രത്തോളം ഔഷധ ഗുണങ്ങളാണ്. താമരയുടെ അല്ലിയാണെങ്കിലും താമരയൊക്കെ ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് വളരെ നല്ലതാണെന്നാണ് പറയുക. താമരയുടെ അല്ലിയൊക്കെ കളഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കും. ആ കുറച്ചും കൂടി മൃദുവായിട്ടുള്ളത്, അതൊക്കെ പണ്ടുള്ളവരൊക്കെ അങ്ങനെയൊക്കെ കഴിച്ചിരുന്നു. അതൊക്കെ നല്ലതാണെന്നാണ് പറയുക, ഔഷധ ഗുണങ്ങളുള്ളതാണെന്ന് പറയുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ കുറേശ്ശെയൊക്കെ അതിൻ്റെ ആ ഒരു ഗുണങ്ങൾ ഈ തീർത്ഥത്തിന് ആ ഒരു ജലത്തിലേക്ക് എന്തായാലും എത്തിയിട്ടുണ്ടായിരിക്കും.
അപ്പം ഇതൊക്കെ നമ്മൾ സേവിക്കുമ്പോൾ ആ ഗുണങ്ങൾ കുറേശ്ശെയാണെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് എത്താണ് ചെയ്യുക, ആ ഔഷധ ഗുണങ്ങൾ. അപ്പോൾ ഇതൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ രക്തചംക്രമണം അത് വർദ്ധിപ്പിക്കും. അതേപോലെ തന്നെ ശരീരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യാനായിട്ട് ഇതൊക്കെ സഹായിക്കും. അത്രയേറെ ഔഷധ ഗുണങ്ങളാണ് ഈ തീർത്ഥത്തിൽ നമ്മൾ ഇടുന്ന ആ പുഷ്പങ്ങൾക്കുള്ളത്. അപ്പം അങ്ങനെ ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള വശങ്ങൾ കൂടെ ഉണ്ട്. അപ്പം എന്തുകൊണ്ടും നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. നല്ല കാര്യങ്ങൾ മാത്രം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഈ തീർത്ഥം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ തീർത്ഥം സേവിച്ചുകൊണ്ട് തുടങ്ങണം, ഭഗവാന്റെ പ്രസാദങ്ങൾ സേവിച്ചുകൊണ്ട് തുടങ്ങണം എന്നാണ് പറയുക. അപ്പം അതിൻ്റെതായിട്ട് നമുക്ക് ലഭിക്കുന്ന ആ ഒരു ഊർജ്ജം ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. ഈ ഊർജ്ജം എന്ന് പറയുന്നതാണ് ഒരു ദിവസത്തേക്ക് പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു കഴിവ്, അതിനെയാണ് ഊർജ്ജം എന്ന് പറയുക. അപ്പം ഇത് ഭഗവാനിൽ നിന്ന് ലഭിക്കുന്നതാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് ഏറ്റവും മികച്ചതായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല നല്ല ചിന്തകൾ ഉണ്ടാകും, നല്ല നല്ല കാര്യങ്ങൾ, അതായത് പ്രൊഡക്ടിവിറ്റി, അതായത് നല്ല ആശയങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഭഗവാൻ എന്ന് പറയുമ്പോൾ എല്ലാം നല്ലതാണ്. ഭഗവാനോട് ചേർന്ന് നടത്തുന്ന എല്ലാ കാര്യങ്ങളും നല്ലതായിരിക്കും. അപ്പോൾ എപ്പോഴും നല്ലത് മാത്രമേ ഉണ്ടാകൂ. അതിനുള്ള ഒരു അവസരം കൂടിയാണ് ഈ തീർത്ഥമൊക്കെ സേവിക്കുക, ഭഗവാന്റെ പ്രസാദങ്ങളൊക്കെ സേവിക്കുക എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരാണ് നമ്മളെല്ലാവരും. ഒരുവിധം എല്ലാവരും അങ്ങനെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകാനായിട്ടൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ എല്ലാ ദിവസവും തീർത്ഥം സേവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും പ്രസാദം സേവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് മുൻപ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ വീട്ടിലെ, നമ്മുടെ പൂജാമുറിയിലെ, നമ്മുടെ ഭഗവാന്റെ മുന്നിലായിട്ട് നമുക്ക് തീർത്ഥം ഒരു തുളസി, കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊരു തുളസി ഇല ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തുളസി തീർത്ഥമായി. അത് ഭഗവാന് കൊടുക്കുന്ന രീതിയിൽ വെക്കുക, ഭഗവാനെ നീതിക്കുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് പ്രസാദമായി. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഭഗവാനെ നീതിച്ച് കഴിഞ്ഞാൽ അത് പ്രസാദമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് സേവിക്കാം. നമ്മുടെ വീട്ടിലാണെങ്കിലും ഭഗവാനെ നീതിച്ചതല്ലേ, അപ്പോൾ നമുക്കത് സേവിക്കാം പ്രസാദമായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എന്നും പ്രസാദം കഴിക്കാം, എന്നും തീർത്ഥം സേവിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൊണ്ട് എനിക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അരുണിക എന്നാണ് കേട്ടോ ചേച്ചിയുടെ പേര്. ചേച്ചി ഹസ്ബൻഡും കൂടിയിട്ടാണ് വന്നത്, ഭഗവാനെ തൊഴാനായിട്ട് വന്നതാണ്, ഒപ്പം നമ്മളെയും കൂടെ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ ചേച്ചി ചേച്ചിയുടെ കണ്ണനെ കുറിച്ചുള്ള കുറച്ച് അനുഭവങ്ങൾ കൂടെ പറഞ്ഞു. അപ്പോൾ അതിൽ ഈ നേദിക്കേണ്ട കാര്യം കൂടെ പറഞ്ഞപ്പോഴാണ് കേട്ടോ അതും കൂടെ പറയാമെന്ന് വിചാരിച്ചത്. ചേച്ചി കുഞ്ഞൊരു ഉണ്ണിക്കണ്ണനാണ് കേട്ടോ. ആ ഉണ്ണിക്കണ്ണനെ പാല് നേദിക്കാറുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും കാച്ചിയ പാലിങ്ങനെ കാച്ചി കൊണ്ടുവന്നിട്ട് അത് ഭഗവാനെ വെച്ച് കൊടുക്കും. ഒരു ദിവസം നമ്മുടെ ഉണ്ണി പറയുകയാണ് ചേച്ചിയുടെ അടുത്ത്, ഇതെനിക്ക് പൊള്ളില്ലേ, ചൂടുള്ള പാലല്ലേന്ന്. ചേച്ചി ശരിക്കും അതിശയിച്ചു പോയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അതിന് ശേഷം ഈ പാല് കാച്ചിയിട്ട് നന്നായിട്ട് ആട്ടിയതാണെന്ന് ഭഗവാന് കൊണ്ടുവന്നിട്ട് നേദിക്കുക. അപ്പോൾ ഒന്ന് നോക്കൂ, ചേച്ചി അല്ലാതെ ഭഗവാന്റെ അമ്മയാണ്. അപ്പോൾ ഭഗവാനെ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെയാണ് ഭഗവാൻ നമ്മളെയും തിരിച്ചു കാണുക. അപ്പോൾ ഒരു അമ്മയെ പോലെ കണ്ടപ്പോൾ ഒരു അമ്മയുടെ അടുത്ത് ഒരു കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ പറയും, ഈ പാല് കുടിക്കുമ്പോൾ പൊള്ളില്ലേ, അതുകൊണ്ടൊന്ന് ആറ്റി തരണം എന്നാണ് പറയണതേ. അപ്പോൾ ചേച്ചി ആറ്റിയിട്ടാണ് കൊടുത്തത്. അങ്ങനെ കുറേ അനുഭവങ്ങൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും കേൾക്കാൻ ഇഷ്ടമാണ് നമ്മുടെ ഭക്തർക്ക് ഭഗവാന്റെ അനുഭവങ്ങൾ. അപ്പോൾ അതും കൂടെ ഇതോടൊപ്പം ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഭഗവാനെ നീതിച്ച പ്രസാദങ്ങൾ കഴിക്കുക, ഭഗവാന്റെ തീർത്ഥമൊക്കെ കഴിക്കുക. അപ്പോൾ എന്തുകൊണ്ടും നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ശരീരത്തിനും ഒക്കെ ആരോഗ്യം തരുന്ന ഒരു കാര്യം കൂടിയാണ്, നമ്മളെയൊക്കെ പരിശുദ്ധരാക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് കേട്ടോ. അപ്പോൾ പലർക്കും അറിയാത്ത കാര്യങ്ങളായതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇനി അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു മഹാത്മ്യം, കുറച്ചും കൂടെ ഒരു പ്രത്യേകത കൂടുതലേ ചെയ്യാം. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി തീർത്ഥം ലഭിക്കുന്ന സമയം ഒരു തുള്ളി പോലും അത് താഴെ കളയരുതെന്നാണ് പറയാം. അതാണ് ഈ കുമ്പിൾ കുത്തിയിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വാങ്ങിക്കണത്. തീരെ ഒരു തുള്ളി പോലും താഴെ കളയാതെ നമുക്കത് മുഴുവനായിട്ട് സേവിക്കുക. ബാക്കിയുള്ള നമ്മുടെ ശരീരത്തിലും ശിരസിലും തളിക്കുക. പ്രസാദമാണെങ്കിലും അതിനെ ബഹുമാനത്തോടു കൂടി വേണം സമീപിക്കാനായിട്ട്. അതാണ് മുൻപൊരിക്കൽ പറഞ്ഞത്, താമരയൊക്കെ താഴെ വീണ് കിടക്കുമ്പോൾ, താമരയുടെ അല്ലിയൊക്കെ താഴെ വീണ് കിടക്കുമ്പോൾ ചവിട്ടുന്ന രീതിയിൽ അലക്ഷ്യമായിട്ട് ഇടരുതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. ഇതോടൊപ്പം ഒരു ചോദ്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താട്ടോ. 2 ഭക്തർ ചോദിച്ച ചോദ്യമാണ്. ഒരാൾ ചോദിച്ചിരിക്കുന്നത് ചേന കൊണ്ടുള്ള തുലാഭാരമാണ്, പിന്നെ കയറുകൊണ്ടുള്ള തുലാഭാരമാണ്. ഇത് രണ്ടും നേർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തുലാഭാരം നടത്താനായിട്ടേ ഈ 2 ദ്രവ്യങ്ങളും ഇവിടെ ഉള്ളതാണ്. അപ്പോൾ നമുക്കത് വാങ്ങിക്കൊണ്ടുവരുമൊന്നും വേണ്ട. അപ്പോൾ ചേന കൊണ്ടാണ് തുലാഭാരെന്നും കയറ് കൊണ്ടാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആ തുലാഭാരം നടത്തിയതിന് ശേഷം അതിൻ്റെ ഒരു തുക അവിടെ അടച്ചാൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. തുലാഭാര കൗണ്ടറിൽ വരിക, അവിടെ പറയുക, അത് ചെയ്യുക, അതിൻ്റെ തുക അടയ്ക്കുക.
അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പിന്നെ അത് സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു ഷോർട്സ് ആയിട്ടൊന്നും ചെയ്യാത്തത് കൂടുതൽ പേർക്കും അറിയുന്ന കാര്യങ്ങളാണ്, നമ്മൾ തുടക്കം മുതലേ പറയുന്ന കാര്യങ്ങളായതുകൊണ്ടാട്ടോ. പിന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് തോന്നുന്നു, അപ്പോൾ ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടെ പറഞ്ഞതാണ് ചേന കൊണ്ടും അതേപോലെ തന്നെ കയറുകൊണ്ടുമുള്ള തുലാഭാരങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങൾ കൂടെ പറയാം. ഇന്നലെ 3,11,281 നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ വൈശാഖം തുടങ്ങിയതിന് ശേഷം ഏകദേശം ഇത്ര തന്നെ നാമജപങ്ങൾ എല്ലാ ദിവസവും വരാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട് കേട്ടോ. എന്തായാലും ഇത് വൈശാഖം കഴിഞ്ഞാലും നമ്മൾ നാമജപം തുടർന്നു പോകും. എന്നാൽ വൈശാഖ മാസത്തിന് ഒരു പ്രത്യേകതയുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് നാമം ജപിച്ചോളൂ. ഈ വൈശാഖ മാസത്തിൽ നാമജപങ്ങളുടെ എണ്ണം പ്രത്യേകം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈശാഖം കഴിയുന്നതോട് കൂടിയിട്ട് എത്രത്തോളം നാമങ്ങൾ ഭഗവാനിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് എല്ലാം കൂടെ കൂട്ടിയിട്ട് വന്നിട്ട് പറയാം കേട്ടോ. അപ്പോൾ നാമജപം ഒന്നും മുടക്കണ്ട. അപ്പോൾ വൈശാഖം കഴിയുകയാണല്ലോ, ഈ ദിവസങ്ങളിലൊന്നും പറഞ്ഞ പോലെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. ഈ 2 ദിവസങ്ങളിൽ ഒരു ദിവസമെങ്കിലും ഭഗവാനെ സേവിക്കാനായിട്ട് സാധിച്ചെങ്കിൽ അത് വളരെ നല്ലതാണ്. ഒന്നും പറ്റിയില്ലെങ്കിലും എല്ലാ സമയത്തും ചെയ്യാൻ പറ്റുന്ന കാര്യം നാരായണനാമം ജപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും പുതിയ ചോദ്യങ്ങളുണ്ടെങ്കിൽ മറുപടികളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.